ഈസ്റ്റർ ആണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ നോമ്പ് മുറിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളിതാ നോമ്പ് മുറിക്കാൻ പോവുകയാണ്. ഷെഫേ റെഡിയല്ലേ? തുടങ്ങുമല്ലേ? അപ്പോൾ എന്താണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് താറാവ് മപ്പാസ്. മലയാളികൾക്ക് ഈസ്റ്റർ ദിനത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് താറാവ് മപ്പാസ്. പ്രത്യേകിച്ച് കോട്ടയംകാർക്ക്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് കള്ളപ്പം ആണ് റെഡിയാക്കിയിരിക്കുന്നത്. നമുക്ക് താറാവ് മപ്പാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല നാടൻ താറാവിൻ്റെ പീസാക്കിയതുണ്ട്. പിന്നെ കൂടെ അതുകൂടെ ചെറിയുള്ളിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ചെറിയുള്ളി അരിഞ്ഞുകൊണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ മസാലകളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകം, കടുക്. ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ വറുത്തരയ്ക്കാന്നല്ല, മപ്പാസിനാകുമ്പോഴത്തേക്ക് ഒരു പകുതി മൂപ്പിച്ച് എടുക്കണം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആഡ് ചെയ്യേണ്ടത് മല്ലിയാണ്. നമ്മുടെ ഏകദേശം തേങ്ങ പകുതി മൂപ്പായി വരുന്നു. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഈ തേങ്ങ ഇത്ര മൂത്താൽ മതിയാവും. ഗ്രൈൻഡറിലോ മിക്സിയിലോ നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് അത് അരഞ്ഞു വരുന്ന സമയത്തേക്ക് നമുക്ക് താറാവ് ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. ഈ താറാവ് ഇതിനകത്തേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ താറാവും അരപ്പും റെഡിയാക്കാനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ സമയം കൊണ്ട് നമുക്കിത് മസാല ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കതിനൊരു പാൻ എടുത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചെറിയുള്ളി ഒന്ന് ബ്രൗൺ ആകുന്ന വരെ നമുക്കൊന്ന് സോട്ട് ചെയ്യാം. മല്ലിപ്പൊടിയാണ് ഇതിനകത്ത് കൂടുതൽ വേണ്ടത്. നമ്മൾ വറക്കാനും തന്നെ മല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് കുറച്ച് മല്ലി ഞാൻ ചേർത്തത്. നമ്മൾ താറാവ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ താറാവ് നമ്മൾ വേവിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അരപ്പിൻ്റെ ഒരു പച്ചമണം ഏകദേശം മാറിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മുടെ താറാവ് ബോയിലായിട്ടുണ്ട്. നമുക്ക് അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് ഈ താറാവിൽ ഈ വെള്ളം അതൊന്ന് വറ്റി റെഡിയാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിനകത്തേക്ക് കുറച്ച് നമുക്ക് തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അവിടെ താറാവ് മപ്പാസ് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇത് ഒന്ന് ഈ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് ഒരു താളിപ്പൊടി ആഡ് ചെയ്യേണ്ടതുണ്ട്. പാൻ ചൂടായി അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ പകർന്നു കൊടുക്കാം. ഈ താളിപ്പിനെ നമുക്ക് കടുക് പൊട്ടിക്കാം. കുറച്ച് പെരിഞ്ജീരകം കൂടി ഇടാം. ചെറിയുള്ളി അരിഞ്ഞത്, ചെറിയുള്ളി ഒരു പകുതി മൂപ്പായതിനു ശേഷം നമുക്ക് ഉണക്കമുളക്, ഈസ്റ്റർ വിഭവമായ താറാവ് മപ്പാസ് റെഡിയായിരിക്കുകയാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി അടുത്തതായിട്ട് കല്ലപ്പമാണ് റെഡിയാക്കാനുള്ളത്. അതിലേക്ക് നമുക്ക് സാധാരണ അപ്പം മാവ് വേണം, പിന്നെ തേങ്ങ വേണം, പെരിഞ്ജീരകം വേണം, ചെറിയുള്ളി വേണം,
കുറച്ച് വെളുത്തുള്ളി ഇടുക. നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമ്മൾ സാധാരണ അപ്പം മാവിനകത്തേക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ അപ്പം മാവിനകത്ത് നമ്മൾ അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിൽ അപ്പം ചുട്ടെടുക്കാം. ഏകദേശം അപ്പം റെഡിയായിട്ടുണ്ട്. പകുതി എല്ലപ്പം റെഡിയായിട്ടുണ്ട്. കോട്ടയത്തിൻ്റെ സ്പെഷ്യൽ താറാവ് പാസും കല്ലപ്പവും റെഡിയാണല്ലേ? അടിപൊളി സാധനമാണ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള മാതൃഭൂമി ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സമാധാനത്തിൻ്റെ ഈസ്റ്റർ ആശംസകൾ. ഒപ്പം കാർജിയും കോട്ടയത്തിൻ്റെയും ഈസ്റ്റർ ആശംസകൾ.